ഇന്ന് ചൈന സന്ദർശനമായിട്ട് UK പ്രസിഡന്റ് എത്തിയിരിക്കുന്നു. അതിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടിയാൽ കൊള്ളാം. 2018 ശേഷം ചൈന സന്ദർശിക്കുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് കീർ സ്റ്റാർമർ. അദ്ദേഹം ചൈന സന്ദർശിക്കുന്നതിനെ ഡൊണാൾഡ് ട്രംപ് ശക്തിയായിട്ട് എതിർത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ലോകക്രമത്തിൽ വളരെ പ്രത്യേകമായിട്ടുള്ള ചില ഡ്രിഫ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെനിസ്വേലയെ ആക്രമിച്ച് അവിടുത്തെ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്കയിലോട്ട് കടത്തിക്കൊണ്ടുവന്ന ട്രംപിൻ്റെ നടപടി ലോകരാഷ്ട്രങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കും. അവരുടെ എതിരാളികളെ എന്നുള്ളതിനേക്കാളും കൂടുതൽ അവരുടെ പങ്കാളികളെയാണ് ഇത് കൂടുതലും ഞെട്ടിച്ചിരിക്കുന്നത്. അവർക്ക് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായി. മാത്രമല്ല, ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ഈ സഖ്യകക്ഷികൾക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം, ശീത യുദ്ധത്തിന് ശേഷം ഉണ്ടായ ഒരു വ്യത്യാസം, റഷ്യ ഒരു സൈഡിലും റഷ്യയും ചൈനയും ഒരു സൈഡിലും അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഒരു സൈഡിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ മറ്റ് രാജ്യങ്ങൾക്ക് ട്രംപ് ചുമത്തിയ പിഴത്തീരുവയും വെനിസ്വേലയോട് കാണിച്ച തെമ്മാടിത്തരവും, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ആ തെമ്മാടിത്തരവും സഖ്യകക്ഷികളിൽ, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലെ തന്നെ നില തെറ്റിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിൽ മറ്റൊരു ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു കക്ഷിയാണല്ലോ ബ്രിട്ടൻ. അപ്പോൾ ബ്രിട്ടനും അമേരിക്ക പറയുന്നത് കേട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി അമേരിക്കയെ ധിക്കരിച്ച് തുടങ്ങി എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ അദ്ദേഹം അവിടെ പോകുമ്പോഴത്തേക്ക് അദ്ദേഹം ആവശ്യപ്പെട്ടത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഞങ്ങൾക്ക് ചൈനയുമായിട്ട് ആവശ്യമുണ്ടെന്നാണ്. അതായത് സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും മേളിൽ നിൽക്കുന്ന ബ്രിട്ടനും കമ്മ്യൂണിസത്തിൻ്റെ പോപ്പായിട്ടിരിക്കുന്ന ഷീ ജിൻപിങ്ങുമായിട്ട് ഒരു സോഫിസ്റ്റിക്കേറ്റഡ് റിലേഷൻ വേണം എന്ന് പറയുമ്പോൾ ആരുമായിട്ട് കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ചർച്ചയാവുന്നത്. ബ്രിട്ടൻ ചൈനയുടെ മുമ്പേ അടിയറവ് പറയാണോ, അതോ ചൈനയുടെ സഹായം ഇല്ലാതെ ബ്രിട്ടന് നിൽക്കാൻ പറ്റാതായതാണോ, അല്ലെങ്കിൽ ചൈന ബ്രിട്ടനുമായിട്ടുള്ള അസോസിയേഷനിൽ നിന്ന് എന്തെങ്കിലും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്നു? ഇങ്ങനെ പല ചോദ്യങ്ങൾ അവിടെ ഉയരുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ ഇതിൻ്റെ കൂടെ അത് അദ്ദേഹം പോകുമ്പോഴത്തേക്ക് അവരുമായിട്ട് ചൈനയുമായിട്ട് വയ്ക്കുന്ന ഒരു കരാറിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അസ്ട്രാസെനേക്ക എന്ന് പറയുന്ന കമ്പനി $15 ബില്യൺ അവിടെ ചൈനയിൽ നിക്ഷേപിക്കാൻ പോകും. ഈ അസ്ട്രാസെനേക്ക എന്ന് പറയുന്ന കമ്പനി നിങ്ങൾക്ക് പെട്ടെന്ന് എല്ലാവർക്കും ഓർമ്മ വന്നില്ലെങ്കിലും ഞാനത് ഓർമ്മിപ്പിക്കാം. കോവിഷീൽഡ് എന്ന് പറയുന്ന കോവിഡ് വാക്സിൻ ഉണ്ടാക്കി ലോകം മുഴുവൻ വിതരണം ചെയ്ത ഒരു കമ്പനിയാണ് അസ്ട്രാസെനേക്ക എന്ന് പറയുന്ന കമ്പനി. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്ന്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആയിട്ട് ചേർന്ന് അവർ വികസിപ്പിച്ചെടുത്ത ഈ വാക്സിൻ ലോകം മുഴുവൻ വിറ്റ് ധാരാളം പണം, കോവിഡ് കൊണ്ട് വളരെ സമ്പന്നമായ ഒരു കമ്പനിയാണ് അസ്ട്രാസെനേക്ക എന്ന് പറയുന്ന കമ്പനി. ഈ കോവിഡ് ഉണ്ടാക്കിയത് ചൈനയാണെന്നുള്ളത് വേറൊരു രഹസ്യമാണ്. അപ്പോൾ ആ കോവിഡ് ഉണ്ടാക്കിയ രാജ്യത്തിന് നന്ദി സൂചകമായിട്ടാണോ എന്നറിയത്തില്ല, അസ്ട്രാസെനേക്ക $15 ബില്യൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വലിയ എമൗണ്ടാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും ഒക്കെ ഒരു വലിയ എമൗണ്ട് ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത്. അതായത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ മാർക്സിസ്റ്റ് രാജ്യങ്ങളിൽ കൊണ്ട് തലവെച്ച് കൊടുക്കുന്നതാണോ എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ആ UK ഭരണകൂടത്തിൻ്റെ, അത് ഒരു UKയുടെ മാത്രം കമ്പനിയല്ല, UKയുടെയും സ്വീഡൻ്റെയും കൂടെ ചേർന്നുള്ള ഒരു ജോയിൻറ്റ് വെഞ്ചറാണത്. അപ്പോൾ UKയിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള ഉറപ്പുകൾ ലഭിച്ചതിൻ്റെ പുറത്തായിരിക്കണം ഈ അസ്ട്രാസെനേക്ക എന്ന് പറഞ്ഞ കമ്പനി ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മാത്രമല്ല, ചൈന ഈ വാക്സിനുകളുടെ ഡെവലപ്മെൻറ്റിലും ബാക്ടീരിയകളുടെ ഡെവലപ്മെൻറ്റിലും വൈറസിൻ്റെ ഡെവലപ്മെൻറ്റിലും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സും ഒക്കെ നടത്തുന്ന രാജ്യമാണ്. അവിടെ അസ്ട്രാസെനേക്ക എന്ന് പറയുന്ന കമ്പനി $15 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അത് പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഇങ്ങനെ ഒരു കരാർ ഒപ്പുവെക്കുന്നു എന്നുള്ളത്. രാജ്യത്തിൻ്റെ, അതായത് UK എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റും കൂടെ ആയിട്ട് വേണം നമുക്കത് കണക്കാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അമേരിക്കയുടെ കയ്യിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ട്, ബ്രിട്ടൻ കൈവിട്ടു പോകുന്നുണ്ട്,
ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ആൾറെഡി അവരുമായിട്ടുള്ള അസോസിയേഷനിൽ നിന്ന് അവർ പിന്മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് ഒപ്പിട്ട ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റാണ്. അതായത് അമേരിക്കയുടെ ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് അമേരിക്കൻ ഡോളറിൻ്റെ തകർച്ച യൂറോയുമായിട്ട് കഴിഞ്ഞ 4 വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ നിലവാരത്തിലോട്ട് ഡോളർ ഇടിഞ്ഞു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ഇതാണ്. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ കൈവിടുന്നതോടുകൂടി അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഇല്ലാതാവുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ബ്രിക്സ് രാജ്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട വലിയ രാജ്യങ്ങളാണ്. അത് ബ്രസീലായാലും റഷ്യ ആയാലും ഇന്ത്യ ആയാലും ചൈന ആയാലും സൗത്ത് ആഫ്രിക്ക ആയാലും ഇതെല്ലാം ലോകത്തിലെ വലിയ പ്ലെയേഴ്സാണ്. ഇവരെല്ലാം അവരവരുടെ കറൻസിയിൽ പരസ്പരം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഡോളറിന് വീണ്ടും ഒരു തകർച്ചയിലോട്ട് പോകും. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന അടുത്ത ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ചിട്ട് ബ്രിക്സ് നാണയം ഇറക്കാനുള്ള ഒരു സംവിധാനവും കൂടെ അവർ ചെയ്തു വരുന്നുണ്ട്. മാത്രമല്ല ഈ ബ്രിക്സ് രാജ്യങ്ങളിലുള്ള ഡിജിറ്റൽ കറൻസികൾ തമ്മിൽ ഇൻ്റർ കണക്റ്റ് ആക്കിയിട്ട്, അതായത് ഇവർ തമ്മിലുള്ള എല്ലാ ട്രാൻസാക്ഷനും അതാത് രാജ്യത്തെ റിസർവ് ബാങ്കുകൾ വഴി ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് എത്തുമ്പോഴത്തേക്ക് ചൈനീസ് യുവാനോ അല്ലെങ്കിൽ റഷ്യൻ ഡോളറിനോ അല്ല അമേരിക്കൻ ഡോളറിനോ ഇന്ന് കാണുന്ന പ്രസക്തി നാളെ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നന്ദി, നമസ്കാരം.